ഔസുൽ-ആദം ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മഹാനവറുകൾ പറഞ്ഞു, ഫത്തശ്തുൽ അഅമാല കുല്ലഹ ഫമാ വജദ്തു ഫീഹ അഫ്ളല മിൻ ഇത്ആമി അത്ആം അവദ്ദു ലൗ അന്ന അദ്ദുനിയ ബിയദി ഫഉത്ഇമുഹ അൽജിയാ. ഏത് പ്രവൃത്തിയാണ് ഏറ്റവും നല്ലത് എന്നത് ഞാൻ ഏറെ പരിശോധിച്ചു. അതിലെനിക്ക് ഏറ്റവും നല്ല ഒരു ആക്ടിവിറ്റി ആയിട്ട് മനസ്സിലായത് ഭക്ഷണം കൊടുക്കുക എന്നത് തന്നെയാണ്. എനിക്ക് ദുനിയാവ് മുഴുവനും എൻ്റെ കയ്യിലാണെങ്കിൽ അത് മുഴുവനും പാവപ്പെട്ടവർക്ക്, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കയ്യിൽ 1000 ദീനാറ് കിട്ടിയാൽ അത് രാത്രി സൂക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് പൂർണ്ണമായും ഭക്ഷണം കൊടുക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ലോകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യം അതാണ്. വായുവും വെള്ളവും അത് അള്ളാഹു നേരിട്ട് നൽകുന്നതാണ്. അതിൽ മനുഷ്യന് റോളില്ല. അത് ഏർപ്പെടുത്തി കൊടുക്കാനുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്. വായു മലിനമാകാതിരിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കണം. വായു ശുദ്ധിയാകാൻ വേണ്ടി മരങ്ങൾ വെച്ചു നടണം. വെള്ളത്തിനു വേണ്ടിയുള്ള കുളങ്ങളും കിണറുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും വേണം. എങ്കിലും അത് രണ്ടും അള്ളാഹു നേരിട്ട് നൽകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹു നൽകിയതിൽ നിന്ന് മനുഷ്യൻ തയ്യാറാക്കി നൽകുന്നതാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് മനുഷ്യൻ ഏറ്റവും അനിവാര്യമായൊരു കാര്യം. വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം. ആ ഒരു പോളിസി ഔസുൽ-ആദമിൻ്റെ ഷുർബഖാനയുടെ മാതൃകയിലാണ് നാം ഇൻഷാ അല്ലാഹ് ഷുർബഖാന ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ വളരെ ഭംഗിയായി ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും നമ്മുടെ ഷുർബഖാനയിൽ നിന്ന് വിഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്പെടുത്താം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ റെലവൻ്റാണ്. എന്താണത്? لا تتبع عورة أخيك لا تكشف ما غطاه لا تهتك ما يحب ستره لا تؤاخذه بزلته وهفوته وخطئه أقم لكل شيء من ذلك عذرا. മനുഷ്യരുടെ പ്രൈവസി, വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കണം. ജനങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കണം. അവർ മറച്ചുവെക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും വെളിച്ചത്താക്കരുത്. മറ്റുള്ളവരുടെ അഴിബുകളെയും പോരായ്മകളെയും പരസ്യം ചെയ്തുകൊണ്ടിരിക്കരുത്. അവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നതിനെ നീയും മറച്ചുവെക്കണം. ചെറിയ തെറ്റുകൾക്ക്, മറതികൾക്ക്, ചെറിയ ചെറിയ പിഴവുകൾക്ക് അവരെ ശിക്ഷിക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങൾക്ക് പരമാവധി മാഫുകൾ ചെയ്തു കൊടുക്കണം എന്നുള്ള വലിയൊരു സന്ദേശം, അതിപ്രധാനമായ ഒരു സന്ദേശം മഹാനവറുകൾ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത് മനസ്സിനെ സമാധാനപ്പെടുത്താൻ, മനുഷ്യൻ്റെ പ്രയാസങ്ങൾ വരാതിരിക്കാൻ. ടെൻഷൻ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പരിഹാരമാണ് മഹാനവറുകൾ പറഞ്ഞത് 3 points, 3 കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. എന്തൊക്കെയാണത്? ആ 3 കാര്യങ്ങൾ നീ സൂക്ഷിച്ചാൽ നിന്റെ സമയം വെറുതെ നഷ്ടപ്പെടുകയില്ല. ഒന്ന്, അത്ഹസ്സുറു അലാ മാ ഫാതക ലിഅന്നഹു ലൻ യഊദ്. കഴിഞ്ഞുപോയ വിഷയങ്ങളിൽ, നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും തിരിച്ചു വരികയില്ല. മനുഷ്യന് എപ്പോഴും ദുഃഖമുണ്ടാകുന്നത്, നിരാശയുണ്ടാകുന്നത്, അവനെ ആകുലപ്പെടുത്തുന്നത്, അതിൻ്റെ പേരിൽ തലമുണ്ടാക്കിയിട്ട് അവൻ ക്ഷീണിതനായി മാറുന്നത്, മറ്റൊരു ജോലിയും ചെയ്യാതെ നിരാശനായി നിൽക്കുന്നത് എല്ലാം കഴിഞ്ഞുപോയ നഷ്ടങ്ങൾ ഓർത്തുകൊണ്ടാണ്. കോടികൾ പോയത് പോകട്ടെ, അത് ഓർത്തുകൊണ്ട് സമയം വെറുതെ കളയേണ്ടതില്ല. വമുഖാറനതു നഫ്സിക ബിഗൈരിക ലിഅന്നഹു ലൻ യുഫീദ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ ആയില്ലല്ലോ. സമ്പത്തിൻ്റെ വിഷയത്തിൽ, സ്ഥാനത്തിൻ്റെ വിഷയത്തിൽ, അറിവിൻ്റെ വിഷയത്തിൽ, ഒന്നിൻ്റെ വിഷയത്തിലും മറ്റുള്ളവരോട് കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിയിട്ട് അങ്ങനെ ആയില്ലല്ലോ എന്നോർത്ത് നീ ദുഃഖിക്കേണ്ടതില്ല. അറിവിൻ്റെയും സ്വതക്കയുടെയും വിഷയത്തിൽ
മറ്റുള്ളവരെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും വേണം. അതേസമയത്ത് ആകാത്തതിൻ്റെ പേരിൽ ആകുലപ്പെടേണ്ടതില്ല. മറ്റൊന്ന് വമുഹാവലതു ഇർളാഇ കുല്ലിന്നാസ് ലിഅന്നഹു ലൻ യകൂൻ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് അതിനുവേണ്ടി നീ ഒരിക്കലും പരിശ്രമിക്കേണ്ട. അത് ജീവിതത്തിൽ നടക്കുന്ന കാര്യം അല്ല. അതുകൊണ്ട് ഹഖിൻ്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലാത്തവർ ആര് തന്നെ അവരെന്ത് കരുതിയാലും അതിൽ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹാനവറുകൾ പറയുന്ന ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എഡ്യൂക്കേഷനെ കുറിച്ച്. അവ്വലുഹ അന്നക്കും ലാ തഅമലൂന ബിമാ തഅലമൂൻ, വിവരമുണ്ടതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അറിവനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നില്ല. വസാനി അന്നക്കും തഅമലൂന ബിമാ ലാ തഅലമൂൻ, വിവരമില്ലാത്ത പണികൾ ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. വിവരമില്ലാത്ത ജോലികൾ മനുഷ്യൻ ചെയ്യരുത്. വിവരമില്ലാത്ത ജോലികൾ ചെയ്തിട്ട് അതിൽ വരുമാനമുണ്ടായാൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, അതിൽ സമ്പാദ്യമുണ്ടായാൽ അത് ഹറാമാകും എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഹിജാമ ചെയ്യാൻ അറിയാത്തവൻ ഹിജാമയുടെ ഷോപ്പും തുറന്നു വെച്ചിട്ട് 2 ദിവസം ട്രെയിനിങ്ങിന് പോയിട്ട് ഹിജാമ, 1 മാസത്തെ ട്രെയിനിങ്ങിന് പോയിട്ട് ആക്യുപഞ്ചർ, എന്നിട്ട് ഡോക്ടറായി അഭിനയിക്കുകയാണ്. അവൻ്റെ വരുമാനം ഹറാമാണ്. അറിവില്ലാത്ത കാര്യം ചെയ്യാൻ പോകരുത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കത്തി വെക്കണമെങ്കിൽ, ബ്ലേഡ് വെക്കണമെങ്കിൽ, അവിടെ സൂചി ഇറക്കണമെങ്കിൽ അനാറ്റമിയും ഫിസിയോളജിയും പഠിക്കണം. അതിന് 5 വർഷം അധ്വാനിച്ച് മെഡിസിൻ പഠിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. ഇവൻ 2 മാസം കൊണ്ട് പോയി വന്ന് അങ്ങനെ ഒരു ബോർഡും വെച്ച് അങ്ങനെ വിവരമില്ലാത്ത പണിയെടുക്കുന്നവർ അത് പാടില്ല എന്ന് ഗൗസുൽ ആദം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നക്കും ലാ തതഅല്ലമൂന മാ ലാ തഅലമൂൻ, എങ്കിൽ വിവരമില്ലാത്ത സംഗതി പഠിക്കണ്ടേ? വിവരമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നും ഇല്ല. മാത്രമല്ല അന്നക്കും തംനഊന അന്നാസ മിൻ തഅല്ലുമി മാ ലാ യഅലമൂൻ, വിവരമില്ലാത്ത കാര്യങ്ങൾ മനുഷ്യർ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ തടയുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ആവശ്യമായ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ മനുഷ്യരെ ജഹാലത്ത്, അന്ധകാരം, അറിവില്ലായ്മ ലോകത്ത് നടക്കുന്നതിന് വേണ്ടി അതിന് നിങ്ങൾ കൂട്ടാകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.